ഒരു വശത്ത് കോടിക്കണക്കിന് മനുഷ്യരെ ഭീതിയിലാഴ്ത്തി യുദ്ധവും പട്ടിണിയും, മറുവശത്ത് ലോക നേതാക്കൾ ഇൻസ്റ്റഗ്രാമിൽ റീൽസും കൊതിക്കെറിവും കുശുമ്പുകുത്തലും കളിച്ച് തിമിർക്കുന്നു. ഇത് വൻ ശക്തി രാജ്യങ്ങളുടെ ഉച്ചകോടിയോ അതോ 60-ാം വയസ്സിലെ കോളേജ് അലുമിനി മീറ്റിംഗോ? നൂജം കളിക്കുന്ന വൃദ്ധ നേതൃത്വം ലോകത്തെ നയിക്കുന്നത് ദുരന്തത്തിലേക്കോ? പ്രായപൂർത്തിയാകാത്ത കൗമാരക്കാർ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. റീൽസിന് ലൈക്ക് കൂട്ടാൻ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളും കാണാറുണ്ട്. എന്നാൽ ലോകത്തെ നിയന്ത്രിക്കുന്ന വൻ ശക്തി രാജ്യങ്ങളുടെ തലവന്മാർ ഇതേ നൂജം കളി തുടങ്ങിയാലോ? അന്താരാഷ്ട്ര നയതന്ത്രത്തിന് എന്തുപറ്റി എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകമെങ്ങും ഉയരുന്നത്. കഴിഞ്ഞ G7 ഉച്ചകോടിയുടെ ദൃശ്യങ്ങൾ മാത്രം എടുത്തു നോക്കൂ. ഗൗരവമേറിയ ചർച്ചകൾ നടക്കേണ്ട വേദി, യുദ്ധങ്ങളെക്കുറിച്ചും ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും സംസാരിക്കേണ്ട സമയം. എന്നാൽ അവിടെ കണ്ടത് എന്താണ്? നമ്മൾ അത്ഭുതപ്പെടും, ഇത് ലോക നേതാക്കളുടെ യോഗമാണോ അതോ കോളേജ് അലൂമിനി മീറ്റിംഗ് ആണോ എന്ന്. സോഷ്യൽ മീഡിയയിലെ PR ഗ്രൂപ്പുകൾ ഇതിനെയൊക്കെ വെച്ച് പ്രണയകഥകളും ശത്രുത കഥകളും ചമയ്ക്കുന്നു. ഒരു അന്താരാഷ്ട്ര യോഗത്തെ വെറും ഒരു പൈങ്കിളി സീരിയലാക്കി മാറ്റിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. പക്ഷേ സോഷ്യൽ മീഡിയയെ മാത്രം കുറ്റം പറയാനാവില്ല. കാര്യങ്ങൾ ആ തലത്തിലേക്ക് എത്തിച്ചത് ഇപ്പറയുന്ന ലോക നേതാക്കൾ തന്നെ. G7 ഉച്ചകോടിയിലേക്കുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വരവ് തന്നെ നോക്കൂ. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞ് കയറി വരുന്ന ഒരു വഴക്കാളി പയ്യന്റെ ബോഡി ലാംഗ്വേജ്, അത് കൂടുതൽ വ്യക്തമാക്കുന്ന രീതിയിൽ വരുന്ന വരവിൽ ഒരു ഡയലോഗും ഉണ്ട്, ഐ ആം ദി ബോസ്. അതോടെ കാര്യങ്ങൾ വ്യക്തമായി. പിന്നീട് ഫോട്ടോ സെഷനിലേക്ക് വരുമ്പോൾ അവിടെ പൊരിച്ചിലാണ്, കെട്ടിപ്പിടുത്തവും കൈകൊടുക്കലും ആകെ ബഹളം. അത്രയും കൊണ്ട് നിന്നാലും കുഴപ്പമില്ല. ഞാനിട്ട റീല് കണ്ടായിരുന്നോ എന്ന ചോദ്യവുമായി ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി നേരെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി മെലോണിയുടെ അടുത്തേക്ക്. നമ്മളാണിപ്പോൾ ഇൻസ്റ്റയിലെ ഹിറ്റെന്ന് മെലോണിയും. ഇതെല്ലാം മാറി നിന്ന് കാണുന്ന ട്രംപിന് കലിപ്പ് കയറി. ക്ലാസ്സിലെ സുന്ദരിപ്പെണ്ണ് അലൂമിനിക്ക് വരുമ്പോൾ തന്നെ മൈൻഡ് ചെയ്യാതെ വരുമ്പോഴുണ്ടാകുന്ന പഴയ ഹീറോയുടെ കലിപ്പായി ട്രംപിന്. പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ട്രംപ് ആ കലിപ്പ് തീർത്തു. മെലോണിയെ ശരിക്കങ്ങ് അവഹേളിച്ചു. പിന്നാലെ മെലോണി ട്രംപിനെ വിമർശിച്ചുകൊണ്ട് സെൽഫി വീഡിയോ ഇറക്കി. ഇത് മാത്രമല്ല, ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാര്യയും മെലോണിയും തമ്മിലുള്ള അസ്വാരസ്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത്തവണ പരസ്യമായി. ട്രംപിന് മെലോണിയോടുള്ള കടുത്ത അനിഷ്ടത്തിന് കാരണം സോഷ്യൽ മീഡിയ കണ്ടെത്തിയത് ഇങ്ങനെയാണ്. മോദിയോട് മെലോണിക്ക് വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ആ കെമിസ്ട്രി കണ്ടപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായ ട്രംപിന് സഹിച്ചില്ല. അങ്ങേർക്ക് കലി കയറി. കേൾക്കുമ്പോൾ ഒരു പൈങ്കിളി സിനിമയിലെ ത്രികോണ പ്രണയ കഥ പോലെ തോന്നാം. ഒരു ചമ്മലുമില്ലാതെ സോഷ്യൽ മീഡിയയിലെ PR വർക്കുകാർ ഇത് വലിയ കാര്യമായി ആഘോഷിക്കുകയും ചെയ്തു. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. മെലോണിയും ട്രംപും തമ്മിലുള്ള ആ വ്യക്തിപരമായ അസ്വാരസ്യം ഒടുവിൽ അമേരിക്കയും ഇറ്റലിയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ തന്നെ ബാധിക്കുന്ന തലത്തിലേക്ക് വളർന്നു. ട്രംപിന്റെ പരാമർശങ്ങൾ ഇറ്റലിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രി അന്റോണിയോ താജാനി തന്റെ US സന്ദർശനം റദ്ദാക്കി. പ്രതിരോധ മന്ത്രി ഗിഡോ ക്രോസറ്റോയും ട്രംപിന്റെ വാക്കുകളെ ശക്തമായി വിമർശിച്ചു. വ്യക്തിപരമായ പിണക്കങ്ങൾ രാജ്യങ്ങളുടെ ഔദ്യോഗിക നിലപാടുകളെ സ്വാധീനിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പണ്ടൊക്കെ ലോക നേതാക്കളുടെ യോഗമെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഗൗരവമുണ്ടായിരുന്നു. നെഹ്റുവും ചർച്ചിലും കെന്നഡിയുമൊക്കെ ഇരുന്ന വേദികളിൽ വാക്കുകൾക്ക് തീപിടിക്കുന്ന ഗൗരവമുണ്ടായിരുന്നു. ഒരു രാജ്യത്തിൻ്റെ നിലപാട് മറ്റൊരു രാജ്യത്തിൻ്റെ ഭാവിയെ മാറ്റിമറിച്ചിരുന്നു. എന്നാൽ ഇന്നോ അവൾ എന്നോട് മിണ്ടിയില്ല, ഞാനിട്ട റീൽ കണ്ടോ എന്ന ലെവലിലേക്ക് കാര്യങ്ങൾ താഴേക്ക് പോയിരിക്കുന്നു. എന്തുകൊണ്ട് നമ്മളിതിനെ ഗൗരവമായി കാണണം? കാരണം ലളിതമാണ്. ഈ റീൽസ് കളിക്കുന്നവരും കുട്ടിക്കളി മാറാത്തവരുമായ നേതാക്കളുടെ കൈകളിലാണ് ലോകത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ബട്ടണുകൾ ഇരിക്കുന്നത്. ഒരു യുദ്ധം തുടങ്ങാനും നിർത്താനും ഉത്തരവിടേണ്ടത് ഇവരാണ്. യുക്രൈനിലും ഗാസയിലും ജനങ്ങൾ മരിച്ചു വീഴുമ്പോൾ, ലോകം മറ്റൊരു വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുമ്പോൾ ഈ നേതാക്കൾ ക്യാമറയ്ക്ക് മുന്നിൽ പോസ് ചെയ്യുന്ന തിരക്കിലാണ്. സോഷ്യൽ മീഡിയ റേറ്റിംഗും PR വർക്കുകളും മാത്രമാണ് തങ്ങളുടെ നിലനിൽപ്പെന്ന് ഇവർ കരുതുന്നു. ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട സമയം ഇവർ റീൽസ് ചെയ്യാൻ മാറ്റിവെക്കുന്നു. ലോക ജനതയുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന കാര്യമാണിത്. കാരണം നേതൃത്വത്തിൻ്റെ ഈ പക്വതക്കുറവ് ബാധിക്കുന്നത് സാധാരണക്കാരൻ്റെ ജീവിതത്തെയാണ്. നയതന്ത്രം എന്നത് വെറും ഒരു ഇൻസ്റ്റഗ്രാം ലൈവ് അല്ല, അത് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ യുദ്ധമല്ലാത്ത ഏക വഴി നയതന്ത്ര ചർച്ചകളാണ്. എന്നാൽ ഈ ചർച്ചകൾ വെറും PR സ്റ്റണ്ടുകളായി മാറിയാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ പോകും. ഫലമോ കൂടുതൽ യുദ്ധങ്ങൾ, കൂടുതൽ പ്രതിസന്ധികൾ. അവൻ അല്ലെങ്കിൽ അവൾ എന്നെ നോക്കിയില്ല, അതുകൊണ്ട് ഞാൻ ആ കരാറിൽ ഒപ്പിടില്ല
എന്ന് ഏതെങ്കിലും ഒരു ഭരണാധികാരി വിചാരിച്ചാൽ എന്തു സംഭവിക്കും? വ്യക്തിപരമായ ഈഗോകൾ രാജ്യങ്ങളുടെ നയങ്ങളെ ബാധിക്കാൻ തുടങ്ങിയാൽ ലോകം ഒരു പടുകുഴിയിലേക്ക് വീഴും. തങ്ങളെ നയിക്കുന്നവർ വെറും കോമാളികളാണെന്ന് ജനങ്ങൾക്ക് തോന്നിത്തുടങ്ങിയാൽ അത് ജനാധിപത്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമാകും. അരാജകത്വത്തിലേക്ക് ലോകം വഴിമാറും. കുട്ടിക്കളി മാറാത്ത വൃദ്ധ നേതൃത്വം ലോകത്തെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് വരെ എത്തിച്ചേക്കാം. നമുക്ക് വേണ്ടത് ഇൻസ്റ്റഗ്രാമിലെ ട്രെൻഡിങ് സ്റ്റാറുകളെയല്ല. നമുക്ക് വേണ്ടത് റീൽസ് കണ്ട് കൈയടിക്കുന്ന സൈബർ അണികളെയുമല്ല. ലോകത്തിനിപ്പോൾ ആവശ്യം പക്വതയുള്ള ഗൗരവമുള്ള നേതാക്കളെയാണ്. 60-ാം വയസ്സിൽ ന്യൂജൻ കളിച്ച് ലോകത്തെ അപകടത്തിലാക്കുന്ന ഈ രീതി അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. നയതന്ത്രത്തിൻ്റെ മേശപ്പുറത്ത് ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളുടെ പട്ടിണിയും സമാധാനവുമാണ്, അല്ലാതെ ലൈക്കുകളുടെ എണ്ണമല്ല.